അല്ലല്ല അല്ല അതൊക്കെയല്ല ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട് മധുരേ, ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വിമർശനം കേട്ടാൽ അസ്വസ്ഥരാവുന്നു. വിമർശനം കേട്ടാൽ വിമർശനത്തിൽ കണ്ടന്റ് ഉണ്ടോ, വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, 100% പൂർണ്ണതയുള്ള ആളുകളാണ്. അപ്പം ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പിന്നെ സമീപകാലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടോ, നാവിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഞാൻ പരമാവധി നമ്മളെല്ലാം സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ രീതികൾക്ക് ഒക്കെ നമ്മൾ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും. അല്ലാതെ നമ്മൾ പിടിച്ചതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയല്ല. പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ. എനിക്ക് ഒറ്റ അസൈൻമെൻറ്റുകൾ, അത് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് MLA-മാരും കൂടി ഏൽപ്പിച്ച, നേതൃത്വവും കൂടി ഏൽപ്പിച്ച അസൈൻമെൻറ്റാണ്. അത് കേരളത്തിലെ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പല രീതിയിലും ഉണ്ടാവും. അതായത് നടന്നോട്ടെ, അതൊരു വശത്ത് നടന്നോട്ടെ. അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. ഞങ്ങളെല്ലാവരെയും, എല്ലാ മത ജാതി വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സാധാരണ മനുഷ്യരെയും ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2021 UDF-ന്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഈ 2024 ആയപ്പോൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം, വിസ്മയകരമായ മാറ്റം 2026 ഉണ്ടാവും. ഞങ്ങളെല്ലാം അതിൻ്റെ തീക്ഷ്ണമായ യത്നത്തിൻ്റെ പണിപ്പുരയിലാണ്. കഠിനാധ്വാനമാണ് ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരെങ്കിലും വിളിച്ച് തിരുത്താവുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട്, എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി പറയാം. പിന്നെ NSS-നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, NSS-നെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഞാൻ ഇന്നലെയാണോ NSS-നെ പുകഴ്ത്തി പറഞ്ഞത്? NSS എടുത്ത വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാട് VD സതീശൻ ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നത്, 2022-ലും 2023-ലും പറഞ്ഞു. ഞാൻ ഇന്നലെ പല ചർച്ചകളിലും കണ്ടു. ഞാൻ പെട്ടെന്ന് ലൈൻ മാറ്റി, പെട്ടെന്ന് ഇക്കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇറങ്ങിയെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ലൈനൊന്നും മാറ്റുന്ന ആളല്ല. മാറ്റണമെങ്കിൽ എനിക്ക് കൺവിക്ഷൻ വേണം, ബോധ്യം വേണം. ഇത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞ കാരണം അതാരും പറയാത്ത പോയിന്റാണ്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSS-നുള്ളത്. ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവരെടുത്ത നിലപാട് അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSS-ആയിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ.